സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ജാതി വ്യവസ്ഥയോ അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിമിനേഷനോ ഒക്കെയുള്ള അന്തരീക്ഷം നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിലും ഈ ചിന്താഗതി മുഴുവൻ മനസ്സിന്ന് മാറ്റിയെന്ന് പറയാൻ കഴിയില്ല. നമുക്ക് നടപടി വേണ്ടെന്നുള്ളതാണ് മനസ്സിലായത്. നടപടി എന്നുള്ളതല്ല, ഇത് സമൂഹം ചർച്ച ചെയ്തില്ല. അങ്ങനെ ഒരു മനുഷ്യനിൽ മനംമാറ്റം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത ആ മനുഷ്യന് വന്നു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചോദിക്കേണ്ട, ചിത്രം എടുക്കും വേണ്ട, അതല്ല ഞാൻ പറഞ്ഞത്. ആ ഒരു മാനസികാവസ്ഥയിലേക്ക് അദ്ദേഹം മാനസികാവസ്ഥ മാറിയിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കുന്നതിൽ എതിർപ്പുമില്ല. ഇല്ല, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും സംസ്ഥാന പിന്നാക്ക പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പിൻ്റെയും ദേവസ്വത്തിൻ്റെയും പാർലമെൻ്ററി കാര്യത്തിൻ്റെയും മന്ത്രിയുമായ ശ്രീ കെ രാധാകൃഷ്ണനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ കെ രാധാകൃഷ്ണൻ. നമസ്കാരം. നമസ്കാരം. ഇപ്പം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷിക വേളയിൽ തൊട്ടുകൂടായ്മയും തീണ്ടലുമൊക്കെ വീണ്ടും വരികയാണ്. അതെ, നമ്മളിപ്പോൾ പൊതുവേ നമ്മുടെ രാജ്യത്ത് ഈ അൺടച്ചബിലിറ്റിയോ അല്ലെങ്കിൽ അതുപോലുള്ള വിവേചനങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു വർത്തമാന കാലഘട്ടമാണ്. ഒരു കാലത്ത് നമ്മുടെ രാജ്യത്താകെ തന്നെ നവോത്ഥാനത്തിന് വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള ചിന്തകളാണ് ഉയർന്നു വന്നിരുന്നത്. അത് നമ്മൾ ബംഗാളിൽ നോക്കിയാലും മഹാരാഷ്ട്രയിൽ നോക്കിയാലും തമിഴ്നാട് നോക്കിയാലും ആന്ധ്ര, അങ്ങനെ എല്ലാ സ്ഥലത്തും ഈ നവോത്ഥാനത്തിന് വേണ്ടിയുള്ള വലിയ ഒരു പോരാട്ടമാണ്. ഇപ്പോൾ അത് തിരിച്ചു പോക്കിൻ്റെ പഴയ ഇതിലേക്ക് പോവുകയാണ്. അത് സമൂഹത്തിലെ അസമത്വത്തിനെതിരായിട്ടാണ് വലിയ പോരാട്ടങ്ങൾ ഉയർന്നു വന്നത്. അപ്പോൾ ആ അസമത്വം നമ്മുടെ കേരളത്തിലും നിലനിന്നിരുന്നു. കേരളം ഇന്ന് കാണുന്ന പോലെ അല്ലെങ്കിൽ പോലും വ്യത്യസ്ത രീതിയിൽ നിലനിന്നു. അന്നും നമ്മുടെ കേരളത്തിലും ഈ പറയുന്ന പോലെ എല്ലാ തരത്തിലുള്ള അസമത്വങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ അസമത്വങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള ഇടപെടൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗത്തുണ്ടായി. അത് നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ വൈകുണ്ഠസ്വാമി തൊട്ട് അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ, അയ്യങ്കാളി ഉൾപ്പെടെയുള്ള ഒരുപാട് സാമൂഹ്യ നവോത്ഥാന നായകർ നമ്മുടെ സാമൂഹ്യ അസമത്വങ്ങൾക്കെതിരായിക്കൊണ്ടുള്ള വലിയ രീതിയിലുള്ള പോരാട്ടമാണ് സംഘടിപ്പിച്ചത്. പിന്നീടും തുടർന്ന് ഒട്ടേറെ സാമൂഹ്യ പരിഷ്കർത്താക്കളും രാഷ്ട്രീയ നേതാക്കളും എല്ലാം തന്നെ നമ്മുടെ സമൂഹത്തിൽ മാറ്റമുണ്ടാക്കാൻ വേണ്ടിയുള്ള വലിയ പോരാട്ടം സംഭവിച്ചു. പക്ഷേ ഇപ്പോൾ കേരളം പോലും അതിൽ നിന്നൊക്കെ തിരിച്ച് പഴയ അത്തരം അസമത്വങ്ങളിലേക്ക് പോവുകയല്ലേ? അതെ, അത് 1924 വൈക്കം സത്യാഗ്രഹം ഉണ്ടാകുന്നത്. അപ്പോൾ ആ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് മഹാനായ ഗാന്ധിജി, രാഷ്ട്രപിതാവ് ഗാന്ധിജി ഉൾപ്പെടെ ഒട്ടേറെ ആളുകൾ. നമ്മൾ തമിഴ്നാട്ടിൽ നിന്നുള്ള തന്തൈ പെരിയോർ രാമസ്വാമി, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെയുള്ള ഒട്ടേറെ നേതാക്കൾ, ശ്രീനാരായണ ഗുരു, അതുപോലെ തന്നെ നമ്മുടെ പിന്നെ കേളപ്പജി, അങ്ങനെ ഒട്ടേറെ നേതാക്കൾ, നമ്മുടെ മന്നത്ത് പത്മനാഭനടക്കമുള്ള ആളുകൾ അതിൽ പങ്കാളികളായിട്ടുണ്ട് ആ സമരത്തിൽ. അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹം 1931 തുടങ്ങിയതും ഇതുപോലെ തന്നെ അമ്പലത്തിൽ പ്രവേശിക്കാനും അവിടെ പ്രാർത്ഥിക്കാനൊക്കെയുള്ള സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയുള്ള, അപ്പോൾ പ്രാർത്ഥിക്കാനും വഴി നടക്കാനുമുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ടായിരുന്നില്ല. അതെ, അതിനുവേണ്ടിയുള്ള പോരാട്ടം നടത്തിയാണ് നമ്മുടെ കേരളം അതെല്ലാം നേടിയെടുത്തു, വലിയ രീതിയിൽ മുന്നോട്ട് പോയത്. പിന്നെ അതെല്ലാം നേടിയെടുത്തു. പക്ഷേ ഇപ്പം വീണ്ടും പഴയ കാലത്തേക്കുള്ള ഒരു തിരിച്ചു നടത്തമാണോ എന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ഞാൻ പറയുന്ന ഇന്ത്യൻ സാഹചര്യം വലിയ രീതിയിൽ സാമൂഹിക പരിവർത്തനത്തിന് വേണ്ടിയല്ല ഇപ്പോൾ ശ്രമിക്കുന്നത്, തിരിച്ചു പോകാൻ വേണ്ടിയാണ്. കേരളത്തിൽ വ്യത്യസ്തമല്ലേ? കേരളത്തിൽ വ്യത്യസ്തമല്ലേ എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ടൊരു കാര്യം, അവിടെ ഒരു സമുദായ സംഘടന സംസ്ഥാന സമ്മേളനത്തിലാണ് ഞാൻ പങ്കെടുത്തുകൊണ്ടാണ് പ്രസംഗിച്ചത്. അപ്പോൾ പങ്കെടുത്തുകൊണ്ട് പ്രസംഗിക്കാൻ എന്നെ വേദനിപ്പിച്ച ഒരു കാര്യമെന്ന് പറയുന്നത്, അന്നത്തെ ദിവസത്തെ പത്രത്തിൽ ഞാൻ 2 കാര്യങ്ങൾ വായിച്ചു. ഒന്ന്, UP-യിൽ ഒരു ദളിത് കുടുംബത്തിൽപ്പെട്ട 3 ആളുകളെ വെടിവെച്ച് കൊന്നു രാത്രി കിടന്നുറങ്ങുമ്പോൾ. രണ്ടാമത്തെ വാർത്ത എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ സങ്കടപ്പെടുത്തുന്നതാണ്. അതായത് ഒരു ദളിത് യുവാവ് കൂടുതൽ കൂലി ചോദിച്ചു എന്ന ഒറ്റ കാരണത്താൽ ആ യുവാവിൻ്റെ ശരീരത്തിൽ മർദ്ദനവും അതിനുശേഷം ആ ചെറുപ്പക്കാരൻ നഖമെല്ലാം പറിച്ചു കളഞ്ഞു. അപ്പോൾ ആ നഖമൊക്കെ പറിച്ചു കളയുമ്പോൾ സ്വാഭാവികമായിട്ടും ചോര ഉറ്റു വീഴുള്ളൂ. ആ ചോര ഇങ്ങനെ വാർന്നുകൊണ്ടിരിക്കുന്ന ആ ശരീരത്തിലേക്കാണ് പട്ടികളെ കടത്തിവിട്ട് കടിച്ചു കയറി കൊല്ലുകയാണ്. അതോടൊപ്പം തന്നെയാണ് അടുത്ത ദിവസം സ്കൂളിൽ ഒരു
7 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുഞ്ഞിനെ ടീച്ചർ മറ്റു കുട്ടികളെ കൊണ്ട് അടുപ്പിച്ചത്. അത് പ്രത്യേക മതത്തിൽപ്പെട്ട കുട്ടിയാണ്, ന്യൂനപക്ഷ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട. അവരുടെ പേരിൽ ഇന്ന് ഗുരുതരമായ കുറ്റങ്ങൾ ഗുരുതരമായ കുറ്റം ചുമത്തില്ല എന്നാണ് അവർ ആഗ്രഹിച്ചത്. അങ്ങനെ അല്ലായിരുന്നു, പക്ഷേ ഇപ്പം സമ്മർദ്ദം വന്നപ്പോൾ ചുമത്തി. അതായത് ആ ടീച്ചർ ഈ കുട്ടികളെ കൊണ്ട് ആ ഒരു കുട്ടിയെ തല്ലിച്ചു എന്ന് മാത്രമല്ല, ആ തല്ലിച്ചതിൽ അഭിമാനിക്കുകയും ചെയ്തു. പക്ഷേ ഇതെല്ലാം ഈ കാര്യങ്ങളെല്ലാം കേരളത്തിന് പുറത്തുള്ള കാര്യങ്ങളാണ്. അല്ല, നമ്മൾ കേരളത്തിലേക്ക് വന്നാൽ ഇപ്പൊ കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം മിനിസ്റ്ററുടെ ഇത് നേരിട്ട ഒരു വിവേചനം അല്ലെങ്കിൽ ഒരു ഐത്തത്തിന്റെ ഭാഗമാണ്. അവിടേക്ക് ആ പോയിന്റിലേക്ക് ഞാൻ വരാം. അപ്പോൾ അത് ആ ഒരു അന്തരീക്ഷം, അതായത് ആ ടീച്ചറെ കൊണ്ട് ഒരു ക്ലാസ്സിലെ കുട്ടികളെ കൊണ്ട് മറ്റൊരു കുട്ടിയെ തല്ലിച്ചത് അഭിമാനം ആണ് എന്ന് പറയാവുന്നൊരു ഭൗതിക അന്തരീക്ഷം വന്നിരിക്കുന്നു. ഇതൊക്കെ വായിച്ചതിൻ്റെ ഒരു വിഷമത്തിൽ നിന്നാണോ ഈ കാര്യം തുറന്നു പറഞ്ഞത്? അത് മാത്രമല്ല, ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 27, 28 തീയതികളിൽ നമ്മുടെ രാജ്യത്തെ മിക്കവാറും എല്ലാ സംഘടനകളും ഒത്തുചേർന്നുകൊണ്ട് ഏകദേശം 67ഓളം സംഘടനകൾ ചേർന്നുകൊണ്ട് ഹൈദരാബാദിൽ ഒരു മീറ്റിംഗ് കൂടിയുണ്ടായി. അപ്പോൾ 22 സംസ്ഥാനങ്ങളിൽ നടക്കുന്ന അട്രോസിറ്റികൾ, അതുപോലെ തന്നെ മറ്റ് രീതിയിലുള്ള അതിക്രമങ്ങൾ, ഇതെല്ലാം മറ്റ് രീതിയിലുള്ള ഡിസ്ക്രിമിനേഷനെല്ലാം അവിടെ ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് നമ്മുടെ കേരളം മാത്രമാണ്. ഇവിടെ അൺടച്ചബിലിറ്റിയുടെ ഫോം അത് പൂർണ്ണമായിട്ടും തുടച്ചു നീക്കുന്നത് പറയാൻ കഴിയില്ലെങ്കിലും മനുഷ്യനായിട്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷമുണ്ട്. SC എന്നോ ST എന്നോ പിന്നോക്കെന്നോ അല്ലെങ്കിൽ മുന്നോക്കെന്നോ അല്ലെങ്കിൽ മറ്റ് മുസ്ലിം എന്നോ ക്രിസ്ത്യാനി ഒന്നും വ്യത്യാസമില്ലാതെ നമുക്ക് ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു അന്തരീക്ഷം, ഭൗതിക അന്തരീക്ഷം നമ്മുടെ കേരളത്തിലുണ്ട്. പക്ഷെ അങ്ങനെ ഒരു അന്തരീക്ഷമുള്ള കേരളത്തിലാണ് സംസ്ഥാന ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് ഇത്തരത്തിലുള്ളൊരു വിവേചനം അല്ലെങ്കിൽ അപമാനം നേരിടേണ്ടി വന്നത്. അങ്ങനെയുള്ള അന്തരീക്ഷം എക്കാലത്തും അതുപോലെ നിന്നുകൊള്ളും എന്ന് നമ്മൾ സങ്കല്പിക്കാൻ പാടില്ല. അതാണ് ഞാനവിടെ പറഞ്ഞത്. ആരുടെ കുറ്റം? അത് എന്താ വെച്ചാൽ ഈ ഓരോ സാമൂഹ്യ വ്യവസ്ഥയിലും ഉയർന്നു വരുന്ന ആശയങ്ങളുണ്ട്. ആ ആശയങ്ങൾക്ക് മേൽക്കൈ നേടിക്കഴിഞ്ഞാൽ ആ ആശയമാണ് ഇവിടെ നടപ്പിലാക്കുക. ഏത് ആശയത്തിനാണോ മേൽക്കൈ നേടാൻ കഴിയുന്നത് അത് തെറ്റായ ആശയവും ശരിയായ ആശയവും. അത് നമ്മുടെ രാജ്യത്ത് തെറ്റായ ആശയത്തിന് മേൽക്കൈ നേടുകയാണ്. അത് സ്വാഭാവികമായിട്ടും ഒരു സംസ്ഥാനം മാത്രം, നമ്മൾ നേരത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവിടെ സാമൂഹിക പരിവർത്തനം നടത്തുകയും അത് നിലനിർത്തി പോവുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ പണ്ട് നമ്മുടെ സ്വാമി വിവേകാനന്ദൻ നമ്മുടെ കേരളത്തെക്കുറിച്ച് ഭ്രാന്താലയമെന്ന് വിശേഷിപ്പിച്ചത്. അപ്പം മറ്റ് സ്ഥലത്തു നിന്നും വലിയ വ്യത്യാസം ഉണ്ടായിരുന്നില്ല, അതിനേക്കാൾ കടുത്ത അല്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തെയാണ് ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള ആൾക്കാർ അത് നവോത്ഥാനത്തിലേക്ക് നയിക്കുകയും ആ ഉഴുതുമറിച്ചിട്ട മണ്ണിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളരുകയും ചെയ്തു. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇപ്പോഴും സജീവമായ കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ആരുടെ കുറ്റം? അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാതി വ്യവസ്ഥയോ അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിമിനേഷനോ ഒക്കെയുള്ള ആ അന്തരീക്ഷം നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിലും ഈ ചിന്താഗതി മുഴുവൻ മനസ്സിന്ന് മാറ്റിയെന്ന് പറയാൻ കഴിയില്ല നമുക്ക്. അത് നമ്മുടെ ജാതി ഉപജാതികളിലെല്ലാം അതിൻ്റെ വേരുകൾ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ആ വേരുകൾ ഇപ്പോൾ വളരുകയാണ്. അത് ജാതിയുണ്ട്, ഉപജാതിയുണ്ട്. ഇപ്പോൾ ഓരോ ജാതിയിലും പെട്ട ആളുകളിൽ ഉപജാതി ഉണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ഡിസ്ക്രിമിനേഷൻ അന്തരമുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമല്ല ഈ ജാതി വിവേചനം. അത് ആ ജാതി വിവേചനം സൃഷ്ടിച്ച ഒരു രീതിയുണ്ടല്ലോ, ആ രീതി വളരെ ബുദ്ധി ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. അസാമാന്യ ബുദ്ധിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സ്ഥിതി പെട്ടെന്ന് മാറുന്നില്ല നമ്മുടെ മനസ്സിൽ നിന്ന്. ഞാൻ പറഞ്ഞതിൻ്റെ ഇത് നമ്മൾ പുതിയ സാഹചര്യത്തിൽ പുതിയ ആശയങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കാനുള്ള മനസ്സ് ഇവിടെ ഉണ്ടെങ്കിൽ ആ മനസ്സുകൾ കൂടുതലായി കഴിഞ്ഞാൽ അത് ഈ അവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചു പോകും. അത് തിരിച്ചു പോകുന്ന ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അല്ലാതെ അങ്ങനെ ആയിട്ടില്ല. അതിൻ്റെ ചെറിയ ചില ഉദാഹരണങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, എൻ്റെ ഒരു അനുഭവം പറഞ്ഞത്. അനുഭവം പറയുന്നത് വെച്ചാൽ ഒരു അമ്പലത്തിൽ ഉണ്ടായ സംഭവാവസ്ഥ, അത് പയ്യന്നൂർ. അപ്പോൾ അത് ഞാൻ അവിടെ പറഞ്ഞു. ഇതുപോലെ സമാനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ ഉയർന്നു വരണം. അപ്പോൾ അതിനെ നമ്മൾ പ്രതിരോധിക്കണം. ശരിക്കും അന്ന് എന്താണ് സംഭവിച്ചത്? ക്ഷേത്രത്തിൽ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിരുന്നു. നടപ്പന്തൽ, ചുറ്റുമതിൽ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയാണ് ചെന്നത്. അപ്പോൾ എന്നെ റോഡ് സൈഡിൽ നിന്ന് അവിടുത്തെ MLA ഉണ്ടായിരുന്നു, അവിടുത്തെ മറ്റ് ജനപ്രതിനിധികളുണ്ടായിരുന്നു, മധുസൂനൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ചെന്നു, അകത്ത് കയറി മീൻസ് നമ്മുടെ ഈ കോമ്പൗണ്ടിൽ കയറി. അങ്ങനെ ശ്രീകോവിലിൻ്റെ അകത്ത് നമുക്ക് പ്രവേശനമില്ല. അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ടിൽ തന്നെ കയറി വരുന്നവർ തന്നെ വിളക്ക് വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുന്ന് പൂജാരി വിളക്കുമായിട്ട് ഈ വിളക്കിൽ കത്തിക്കാനുള്ള വിളക്കുമായിട്ട് കടന്നു വരികയാണ്. അദ്ദേഹം നേരെ വന്നു
അപ്പോൾ സ്വാഭാവികമായിട്ടും മുൻകാലങ്ങളിൽ ഞാൻ മന്ത്രിയായതിന് ശേഷം അനുഭവം ഇങ്ങനെ കത്തിച്ചു കൊണ്ടുവരുന്ന വിളക്ക് നമ്മുടെ കയ്യിൽ തന്ന് നമ്മൾ കത്തിക്കലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തേക്ക് വന്ന് കത്തിച്ചു കൊണ്ടുവരും നമ്മൾക്ക് തരും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അത് തന്നില്ല, അദ്ദേഹം തന്നെ നേരിട്ട് കത്തിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ഇതായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ അവിടെ മാറുന്നു. രണ്ടാമതായി അദ്ദേഹം എനിക്ക് തരുമെന്ന് ചോദിച്ചാൽ കത്തിച്ചതിന് ശേഷം അതും തന്നില്ല. അതിന് ശേഷം അദ്ദേഹം കൊടുത്തത് പിന്നെ അവിടെ കീഴ്ശാന്തിക്കാണ്. അപ്പോൾ കീഴ്ശാന്തി കത്തിച്ച് കഴിഞ്ഞാലും എനിക്ക് ഇത് കിട്ടും എന്നാണ്, ഞാൻ തിരികെ കത്തിക്കാനുള്ള അവസരം എനിക്ക് തരും എന്നാണ്. പക്ഷേ കീഴ്ശാന്തി കത്തിച്ചതിന് ശേഷം അത് താഴെ വയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ താഴെ വെച്ചപ്പോൾ നമുക്ക് ഇത് വളരെ ഇതായിട്ടാണ് ആ താഴെ വെച്ചത് പിന്നെ കത്തിക്കാൻ വേണ്ടി ഞാൻ എടുക്കുമെന്നാണ് പ്രതീക്ഷ. എല്ലാവരും പറയും. ഞാൻ പറഞ്ഞു ഞാനിനി അത് എടുക്കുന്നില്ല, എടുത്ത് കത്തിക്കുക, അൺടച്ചബിലിറ്റിയാണ്, ഞാനത് എടുക്കുന്ന കാര്യമില്ല. പിന്നെ അപ്പോഴേക്കും അവിടുത്തെ ഉദയസമിതിയിൽ ആരൊക്കെ വന്നിട്ട് എടുത്തതിൻ്റെ കയ്യിൽ തരാൻ പറഞ്ഞു. ഞാൻ കത്തിച്ചില്ല, മധുസൂൻ MLAയും കത്തിച്ചില്ല. അപ്പോൾ അവിടെ വെച്ച് തന്നെ തൊട്ടടുത്ത് തന്നെയായിരുന്നു സ്റ്റേജ് ഉണ്ടായിരുന്നത്. ആ സ്റ്റേജിൽ കയറിയപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഈ കാര്യങ്ങളെല്ലാം അവസാനിപ്പിക്കാൻ മാതൃക കാണിച്ച സംസ്ഥാനമാണ്. അപ്പോൾ ഇതുപോലെയുള്ള അൺടച്ചബിലിറ്റി പോലെയുള്ള ഒരു അൺടച്ചബിലിറ്റിയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു ഫോമാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഇതിനെ പിന്നെ എത്രയും അൺടച്ചബിൾ ആണെങ്കിൽ ഈ അൺടച്ചബിളായുള്ള ആളുകളുടെ പൈസ നമ്മൾ വാങ്ങുന്നില്ലേ, അതിന് അൺടച്ചബിലിറ്റി ഇല്ലേ. അപ്പോൾ ഈ പൈസ എന്ന് പറയുന്നത് പല കൈകളിലൂടെ മറിഞ്ഞു വരുന്ന ഒരു നോട്ട് നിർമ്മിച്ചു കഴിഞ്ഞാൽ ഏതെല്ലാം കൈകളിലൂടെയാണ് മറിഞ്ഞു വരുന്നത്. അത് ഒരുപക്ഷെ നമുക്ക് താല്പര്യമില്ലാത്ത പല ആളുകളുടെ കൈകളിലൂടെ ഇത് മറിഞ്ഞു വരുന്നുണ്ടാവും. അന്നേരം അവിടെ പ്രസംഗിച്ചപ്പോൾ ഇവരാരെങ്കിലും വന്ന് ക്ഷമ ചോദിക്കുക എന്തെങ്കിലും ചെയ്തോ? അത് അവർ വന്നില്ല, നമ്മുടെ സംഘാടകരായിട്ടുള്ള ആളുകൾ അത് ഇതായെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കിതിൽ മറ്റേതല്ല, ഇങ്ങനൊരു ചിന്ത നമ്മുടെ മനസ്സിൽ അവശേഷിച്ചിട്ടുണ്ട്, അത് മാറ്റിയെടുക്കാനുള്ള ശ്രമമാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് പരിപാടിയെല്ലാം കഴിഞ്ഞ് പിന്നീടാണ് മാറ്റി വീണ്ടും പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ നാമധേയത്തിൽ ഒരു അമ്പലമുണ്ട് ആലപ്പുഴ, അവിടെ വെച്ച് പ്രസംഗിച്ചു. പല സ്ഥലത്തും പ്രസംഗിച്ചത് അന്നേരമൊക്കെ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ സംഭവം ഉണ്ടായ കാര്യം പറഞ്ഞു. പക്ഷേ ആരും അത് വാർത്തയാക്കിയില്ല. ഞാനും അത് വാർത്തയാക്കി വലിയ സംഭവമാക്കി മാറ്റണം എന്നുള്ള ഒരു വിചാരം എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് പൊതുസമൂഹം ഏറ്റെടുക്കട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ അകത്ത് മിനിസ്റ്ററുടെ ഭാഗത്തു നിന്നൊരു വലിയ വീഴ്ച സംഭവിച്ചായിട്ട് ഒരു ആൾക്കാരെങ്കിലും കരുതുന്നുണ്ട്. അതായത് ദേവസ്വം വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയാണ്, ഇത് ദേവസ്വം വകുപ്പിന്റെ കീഴിലുള്ള ക്ഷേത്രം മലബാർ ദേവസ്വം. അന്നേരം ഇത്തരത്തിലുള്ള ഒരു ദുഷ്പ്രവണത, അതായത് കേരളം പണ്ട് തൂത്തെറിഞ്ഞ ഈ വ്യവസ്ഥിതി വീണ്ടും കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളുടെ പേരിൽ എന്തുകൊണ്ട് കർശന നടപടി എടുത്തില്ല? ഇത് മാത്രമല്ല, ഇതുപോലുള്ള ചില സംഭവവാസങ്ങൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അതെ, നമ്മളതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ഒരു വികാരമായിട്ട് വരണം. കേവലം ഒരു ഒറ്റ ഇഷ്യൂ ആയിട്ട് ഇത് കാണുകയില്ല, പൊതുസമൂഹത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. ഈ വിഷയം ഇങ്ങനെ ഈ നടപടി എടുക്കാത്തതുകൊണ്ട് ആൾക്കാർ വിചാരിക്കുന്ന എന്താണ്, ദേവസ്വം വകുപ്പ് മന്ത്രിക്കും അയിത്തം നേരിടേണ്ടി. ഈ വിഷയം രാജ്യസഭയിൽ പ്രസംഗ മധ്യേ ഇന്ന് PV അബ്ദുൾ വഹാബ് ഉന്നയിച്ചിട്ടുണ്ട്. ഉന്നയിക്കല്ല, പ്രസംഗത്തിനെ പരാമർശിച്ചു. അതായത് കേരളത്തിലെ ദേവസ്വം മന്ത്രിക്ക് അയിത്തം നേരിടേണ്ടി വരും. അതെന്താ വെച്ചാൽ അതിനെ അടിച്ചമർത്തണ്ടേ? അതില് ബോധപൂർവം അത് ചെയ്യുന്നതാണ്. അതായത് കേരളത്തിലെ ഒരു മന്ത്രിക്ക് പോലും അൺടച്ചബിലിറ്റി ഫീൽ ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി. അപ്പോൾ അതിൽ രാഷ്ട്രീയമുണ്ട്. വിളക്ക് താഴെ വെച്ചവരും പറയുന്ന, അവരെ പ്രതികരിക്കുന്ന സംഘടനകളും പറയുന്നത് ഈ ഒരു വിവാദം ഉണ്ടാക്കിയ രാഷ്ട്രീയം ഉണ്ടെന്നാണ്. അല്ല, അത് അവർ പറയുന്നത് തെറ്റാ. അവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ സംബന്ധിച്ച് ഈ പൂജാതി കർമ്മങ്ങളെക്കുറിച്ച് അറിയില്ല. അത് സത്യമാണ്, ആ പറയുന്നതിൽ സത്യമുണ്ട്. എനിക്ക് പൂജാതി കർമ്മങ്ങൾ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തിട്ടില്ല. ഞാനൊരു വേദ പഠനശാലയിൽ പോയിട്ടില്ല, അല്ലെങ്കിൽ പൂജാകർമ്മങ്ങൾ പഠിച്ചിട്ടില്ല, വലിയ രീതിയിലുള്ള ഒരു അനുഭവമില്ല. അപ്പം ഞാനെന്നും നമ്മൾ പഠിച്ചത് എന്താ വെച്ചാൽ പാവപ്പെട്ടവൻ്റെ ജീവിതം മെച്ചപ്പെടുത്തും, അത്രേ ഉള്ളൂ. അൺടച്ചബിലിറ്റി ഇല്ലാത്തൊരു സംഭവം. ഒരു സംശുദ്ധമായ പൊതുജീവിതവും രാഷ്ട്രീയ ജീവിതവും കേരളത്തിൽ ഇനി ആരോടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യം. പക്ഷേ ഈ വിഷയത്തിൽ ഇപ്പോൾ കീഴ്ശാന്തി പറഞ്ഞ എന്താണ്, അത് ദേവപൂജ ചെയ്യുന്നതിനിടയിൽ മകനായാലും സ്പർശിക്കില്ല. അത് അങ്ങനെയാണെങ്കിൽ അത് അവർ പറഞ്ഞോട്ടെ, അവർ ശുദ്ധിയുള്ളവരാണെങ്കിൽ അത് നല്ലതാണ്. പക്ഷേ ഈ അമ്പലത്തിൻ്റെ അകത്തുനിന്ന് വിളക്ക് തെളിയിച്ച് നേരെ കൊണ്ടുവരുന്നത് ആൾക്കൂട്ടത്തിനിടയിലാണ്. ഈ വിളക്ക് തെളിയിക്കുന്നതും ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ പുറത്തിറങ്ങി വരികയാണല്ലോ, പുറത്തു വരുന്നല്ലോ. അപ്പോൾ അശുദ്ധമായില്ലേ? അപ്പോൾ അവർ പറയുന്ന അത് ന്യായീകരണമല്ല. ഇപ്പോൾ വേറെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു പശക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുമെന്ന്. പക്ഷേ ട്രസ്റ്റ് ബോർഡ് പറഞ്ഞിട്ടുണ്ട്, ട്രസ്റ്റ് എല്ലാവരും പറഞ്ഞു, പൂജാരികളും പറഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കീഴ്ശാന്തി പറഞ്ഞിട്ടുണ്ട്.
അതിലൊരു തന്ത്രി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു പിന്നെ നടപടി അവിടെ ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ പൊതുസമൂഹം ഇത് ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയമല്ല, മറ്റെല്ലാ മേഖലയിലും ചെറുതായിട്ടോ വലുതായിട്ടോ ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതൊരു ചിന്ത ഉണ്ടാകട്ടെ എന്നുള്ള മാത്രമാണ് എൻ്റെ ലക്ഷ്യം ഉണ്ടായത്. അത് ശരിയാണ്. പക്ഷേ മിനിസ്റ്റർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇതിന് നടപടി ഉണ്ടായില്ലെങ്കിൽ മറ്റ് പലയിടങ്ങളിലും ഇത്തരം പ്രവണതകൾ അതനുസരിച്ച് പെരുമാറാൻ ആൾക്കാർ തയ്യാറാവില്ലേ? ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദേവസ്വം ബോർഡും അതുപോലെ തന്നെ ഈ ഉപദേശക സമിതിയും അവിടെയുള്ള സാധാരണ ജനങ്ങളെല്ലാം ഇത് നല്ലപോലെ മനസ്സിലാക്കി അതിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. ദേവസ്വം ബോർഡാണ് ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ ഒരു കേസും ഇതുമായിട്ട് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾക്കെല്ലാം ഇതിനേക്കാൾ കൂടുതൽ പിന്നെ പ്രകോപനം ഉണ്ടാക്കാനുള്ള അവസരവും. നടപടി വേണ്ടെന്നുള്ളതാണ് മിനിസ്റ്റർ. നടപടി എന്നുള്ളതല്ല, ഇത് സമൂഹം ചർച്ച ചെയ്തില്ലേ. സ്പീക്കർ എൻ ഷംസീർ എന്ന് പറഞ്ഞായിരുന്നു അന്വേഷിച്ച് നടപടിയെടുക്കുമെന്ന്. അത് നടപടിയെടുക്കുക, അത് സ്പീക്കർ പറഞ്ഞതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായം. താങ്കൾ ക്ഷമിച്ചോ അദ്ദേഹത്തോട്? അല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പിന്നെ വയലൻ്റ് ആക്കാനുള്ള ഒരു അന്തരീക്ഷമല്ല ഉണ്ടാക്കേണ്ടത്. ഇപ്പം എന്നെക്കുറിച്ച് പറഞ്ഞത് ജാതി വിവേചനം അല്ലെങ്കിൽ അങ്ങനെ ആളുകളെ തമ്മിലിടിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്, ഒരിക്കലുമില്ല. അങ്ങനെയുള്ള പ്രസ്താവനകൾ വന്നിട്ടുണ്ട്. ബ്രാഹ്മണ സഭ അടക്കം യോഗക്ഷേമ സഭ യോഗക്ഷേമ സഭയും ഒക്കെ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ യോഗക്ഷേമ സഭ രൂപം കൊണ്ട സമയത്ത് അവരുടെ ആ നിലപാടുകൾ എന്തായിരുന്നു. അപ്പോൾ നമ്മുടെ പിന്നെ MT ഒരു കാലത്ത് ഒരു സിനിമയിൽ നിർമ്മാല്യത്തിൽ നമ്മുടെ വെളിച്ചപ്പാടിനെ കൊണ്ട് ചെയ്യിച്ചതൊക്കെ ഇന്ന് ചെയ്യിക്കാൻ പറ്റുമോ? അല്ല, പക്ഷേ ഈ മിനിസ്റ്റർ ഇപ്പോൾ ഇങ്ങനൊരു നിലപാടെടുക്കുന്നതിൻ്റെ പിന്നിൽ ഇത് ആരോപണമാണ്. ആ ക്ഷേത്രത്തിൻ്റെ ഭരണതലപ്പത്തിരിക്കുന്നതെല്ലാം CPMൻ്റെ ആൾക്കാരാണ്. പ്രത്യേകിച്ചും ആ ട്രസ്റ്റിൻ്റെ ചെയർമാൻ സാരഥ്യം വഹിക്കുന്ന ആൾ അവിടുത്തെ പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമാണെന്നാണ്. അതുകൊണ്ട് പിന്തിരിയുന്നു ഒരു വാദമുണ്ട്. ഇല്ല, അത് അവരല്ല എൻ്റെ ഉത്തരവാദികൾ. അത് അങ്ങനെ പോകുക. CPM ആയതുകൊണ്ടോ BJP ആയതുകൊണ്ടോ കോൺഗ്രസ് ആയതുകൊണ്ടോ ഒന്നുമല്ല. ഇതിൻ്റെ പേരിൽ നമ്മുടെ സമൂഹം ഒരു വല്ലാത്ത രീതിയിലുള്ള ഇതിലേക്ക് പോകരുത്, കുഴപ്പത്തിലേക്ക് പോകരുത്. അതോടൊപ്പം തന്നെ ഈ പ്രശ്നം നമ്മുടെ സമൂഹം നല്ലപോലെ ചർച്ച ചെയ്യാം. എവിടെയൊക്കെയാണ് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടോ എന്ന് നമുക്ക് സ്വയം വിമർശനം നടത്താനുള്ള സന്ദർഭമായിട്ട് എടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ സമൂഹത്തിന് നന്മയുണ്ടാക്കുക. പക്ഷേ ചില സംവാദം ആചാരത്തിൻ്റെ വഴിക്ക് വിട്ടൂടെ എന്ന് ചോദിക്കുന്ന ആചാരത്തിന് നമ്മൾ ലംഘിച്ചില്ലല്ലോ. നമ്മൾ ലംഘിക്കുകയാണെങ്കിൽ അകത്ത് പോയിട്ട് വിളക്കെടുത്തുകൊണ്ട് വരണ്ടേ? അത് ലംഘിച്ചതില്ലല്ലോ. അദ്ദേഹം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ പടിയിൽ വെക്കാമല്ലോ. ഏത് അമ്പലത്തിൻ്റെ പടിയുണ്ട്, അവിടെ വെച്ചിട്ട് വേറെ ആരെ കൊണ്ടും എടുപ്പിച്ചുകൊണ്ടുവന്നാൽ മതി. അദ്ദേഹം തന്നെ അകത്തുനിന്ന് തെളിയിച്ച വിളക്ക് നേരെ കൊണ്ടുവന്ന് ആൾക്കാരുടെ ഇടയിലൂടെ വന്ന് ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ കത്തിച്ചു. അപ്പോൾ ശുദ്ധിയും അവിടെ പരിപാലിക്കപ്പെട്ടോ? രണ്ടുപേരും അതിൽ ഈ രണ്ട് ശാന്തിക്കാരും അവരുടെ ഭാഗത്ത് ചെയ്ത പ്രവൃത്തി അത്ര ഒരു രീതിയിൽ ന്യായീകരിക്കാവുന്നതല്ല. അവർ ചെയ്ത കാര്യം ശരിയാണോ തെറ്റാണെന്ന് അവർ പരിശോധിച്ചാൽ ആ ഒരു ചർച്ചയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്. അത് കേവലം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള തീരുമാനം മാത്രമല്ല, അത് നമ്മുടെ സമൂഹം മുഴുവൻ ചർച്ച ചെയ്യണം. വ്യത്യസ്തങ്ങളായുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പം എന്നോട് പലരും ചോദിച്ചു, പിന്നെ ഈ ക്ഷേത്രങ്ങളിൽ ഷർട്ടൂരി പോകുന്നത് എന്തിനാണ്, ഷർട്ട് വരുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യം ചോദിച്ചു. അത് ഉപേക്ഷിച്ചോട് ഞാൻ പറഞ്ഞു, അതിനൊരു ഉദാഹരണം പറഞ്ഞു, ശബരിമല. അത് ഇവിടെ പറയല്ല, ഞാൻ ഗുരുവായൂർ അമ്പലത്തിലും പറഞ്ഞു, എല്ലാ ക്ഷേത്രങ്ങളും. ശബരിമല ഒരു മോഡലാണ്. അവിടെ ജാതിയില്ല, മതമില്ല, മറ്റ് വ്യത്യാസമൊന്നുമില്ല. ഷർട്ടിടാം, ഇടാതിരിക്കാം, മാലയിടാം, മാല ഇടാതിരിക്കാം, കെട്ടുകെട്ടാം, കെട്ടുകെട്ടാതിരിക്കാം. ക്ഷേത്രങ്ങളിൽ ഷർട്ടിട്ട് പ്രവേശിക്കുന്നത് തെറ്റില്ലെന്നാണ് ശിവഗിരി മഠം പോലും പറയുന്നത്. ഷർട്ട് ഇട്ടുകൊണ്ട് പോകാവുന്നു, അനുവദിക്കണം. അതെ, അത് നമ്മൾ പിന്നെ അതും ചർച്ച ചെയ്യട്ടെ സമൂഹം. ഇപ്പം നാളെ നമ്മൾ ഷർട്ട് ഇടണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷർട്ട് ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും വലിയ വിവാദമാക്കി മാറ്റുക. ഇപ്പം തന്നെ വയനാട്ടിലും മറ്റുമൊക്കെ ചില ക്ഷേത്രങ്ങളിൽ ഈ പിന്നെ ഇപ്പോൾ താണജാതി ഉയർന്ന ജാതി മനുഷ്യർ തമ്മിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ താണജാതിക്കാരെന്ന് വിവേചനത്തോടുകൂടി നോക്കിയിട്ട് വിവാഹത്തിന് മാല എറിഞ്ഞു കൊടുക്കുന്ന അത്തരം ചില വിഷ്വലുകളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്രചരിച്ചു. മാല എറിഞ്ഞ് വധുവിനും വരനും പൂജാരി വന്നിട്ട് മാല എറിഞ്ഞു കൊടുക്കുന്നു. അത്തരം ആചാരങ്ങൾ കേരളത്തിൽ ഇപ്പോഴും നിൽക്കുമ്പോൾ നമ്മൾ ഉത്തരേന്ത്യയെ മാത്രം എങ്ങനെ കുറ്റം പറയാൻ പറ്റും? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഇന്ത്യൻ സമൂഹം രൂപപ്പെട്ടതിൻ്റെ അടിസ്ഥാന എന്താണ്? ജാതി വ്യവസ്ഥയിലാണ്. ആ ജാതി വ്യവസ്ഥ അതിനെ വിശ്വാസമാക്കി ബന്ധപ്പെട്ടു.
ഓരോ ആളുകളെ കൊണ്ട് ഞാനാണ് മേലെ അങ്ങനെ ഏറ്റവും ടോപ്പിലുള്ള ഓരോ തൊട്ട് ഇങ്ങനെ മേൽകീഴ് ഒരു പിന്നെ ഇതുണ്ടാക്കി ജാതികളെ. അപ്പോൾ ഓരോ ജാതിയും വിശ്വസിക്കുന്നത് ഞാനാണ് മേലെ, ഈ തന്നെയെല്ലാം എൻ്റെ മേലെയുള്ള ആളെ ഞാൻ പൂജിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അനുസരിക്കേണ്ടതാണ്, എന്നുള്ള അവരെ കുറ്റം പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ ഉടുപ്പി ക്ഷേത്രത്തിൽ അവിടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മേൽജാതിക്കാരൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കീഴ്ജാതിക്കാർ വന്ന് ആ ഭക്ഷണത്തിൻ്റെ എച്ചിൽ കിടന്ന് ഉരുളുന്നു. അപ്പോൾ ആ ഉരുളുന്നത് ഈ ആധുനിക കാലഘട്ടത്തിൽ ശരിയാണോ? ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സമരം ചെയ്തു. നമ്മൾ സംസാര വിഷയം നമ്മൾ കേരളത്തിലാണ്, നവോത്ഥാന കേരളം എന്നൊരു എന്താ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, അത് നാളെ നമ്മുടെ കേരളത്തിലേക്കും വരും. അതിന് മിനിസ്റ്റർ പറയുന്ന കർശന നടപടിയല്ല വേണ്ടത്, ചർച്ചയാണ് വേണ്ടതെന്നാണ്. അല്ല, ചർച്ചയല്ല വേണ്ടത്. ചർച്ച കൊണ്ട് ഗുണപരമായൊരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹത്തെ വളർത്തിയെടുക്കാൻ കഴിയണം. അത് ആരാ മുൻകൈ എടുക്കേണ്ട? ഈ പാർട്ടികളൊക്കെ ഇല്ലേ? അല്ല, എല്ലാ പാർട്ടികളും ഇപ്പം എല്ലാ ജാതി വ്യവസ്ഥയെ വലിയ രീതിയിൽ എതിർത്ത കാലം കഴിഞ്ഞിപ്പോൾ വന്നിട്ട് ജാതി നോക്കിയില്ലേ സ്ഥാനാർത്ഥികളെ പോലും നിശ്ചയിക്കുന്നത്. അല്ല, അത് മാറണം. അതിനാരാ മുൻകൈ എടുക്കേണ്ടത്? ജാതി പാർട്ടികളുടെ റോൾ എന്താണെന്നാണ് എൻ്റെ ചോദ്യം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പരിമിതികളുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രം വിചാരിച്ചാൽ കേരളത്തിൽ നമ്മളിവിടെ നല്ലപോലെ ചെയ്തല്ലോ. ഇപ്പം തന്നെ മിനിസ്റ്ററുടെ ഒരു വിഷയം വന്നിട്ട് മുഖ്യമന്ത്രി അതിനെ വിമർശിച്ച് സംസാരിച്ചു, അതിനെ ന്യായീകരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. CPM സെക്രട്ടേറിയറ്റ് വളരെ ലജ്ജിപ്പിക്കുന്ന സംഭവം എന്ന് പറഞ്ഞ് പ്രസ്താവന ഇറക്കി. അതിനപ്പുറം എന്ത്? അല്ല, അതിനപ്പുറം സമൂഹം ഈ ചർച്ച ഏറ്റെടുത്തില്ലേ? നമ്മുടെ സമൂഹം ഈ കാര്യത്തിൽ പിന്നെ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞെങ്കിലും ഭൂരിപക്ഷം ഏത് അഭിപ്രായമാണ്? അതിൽ വ്യത്യസ്ത ജാതികളുണ്ട്, മതങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. അതൊരു പിന്നെ ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ ചിലപ്പോൾ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞ ആളുകൾ വളരെ മൈന്യൂട്ടാണ്. ഇപ്പോൾ BJPയുടെ നേതാക്കളടക്കം ഇതിനെ പൂർണ്ണമായും പിന്തുണച്ചില്ലെങ്കിലും സാധാരണഗതിയിലുള്ള ഒരു പ്രതിഷേധം പറഞ്ഞില്ല. കാരണം അവരുടെ മനസ്സിലുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ സമൂഹം അതിനെ ഗുണപരമായിട്ട് ചർച്ചയ്ക്ക് വിധേയമാകട്ടെ. ഇപ്പോൾ താങ്കളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ താങ്കൾ ഇത്തരത്തിലുള്ള അവഗണനകൾ ഇതിനു മുമ്പ് നേരിട്ടിട്ടില്ലേ? അതുകൊണ്ട് ജീവിതത്തിൽ പല തരത്തിലുള്ള അവഗണനകൾ ഒക്കെ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടല്ലോ. കാരണം നമ്മുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അത്ര ഇതല്ലായിരുന്നല്ലോ. നമ്മൾ ഭക്ഷണത്തിന് വേണ്ടിയും വസ്ത്രത്തിന് വേണ്ടിയും അതുപോലെ തന്നെ മറ്റുള്ള ഇതൊക്കെ വേണ്ടിയുള്ള ഒരു ഇത് നടത്തിയിട്ടുണ്ടല്ലോ. പഠിക്കുന്ന കാലത്ത് പഠിക്കുമ്പോഴും ഒരു കൂട്ടുകാരന് വീട്ടിൽ പോയ ഒരു സംഭവത്തെക്കുറിച്ച് പണ്ട് പറഞ്ഞത് ഓർക്കുന്നുണ്ട്. അതെ, അത് ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. നമ്മൾ ബർത്ത്ഡേക്കൊക്കെ വിളിച്ചു പോയ സമയത്ത് അവിടെ ഓരോ പന്തിയാണ്, 1ാം പന്തി, 2ാം പന്തി, 3ാം പന്തി. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ആ സ്ഥിതിയൊക്കെ മാറി, വല്ലാത്ത രീതിയിൽ മാറി ആ സമൂഹത്തിൽ. അപ്പോൾ 1ാം പന്തിയിലിരിക്കുക, 2ാം പന്തിയിലിരിക്കുക, 3ാം പന്തിയിലിരിക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ള അറിവില്ല എനിക്ക്. 1ാം പന്തിയിലിരുന്ന സമയത്ത് അങ്ങനെ വന്ന് ചോദിച്ചു, ഇന്ന വീട്ടിലത്തെ കുട്ടിയല്ലേ വടക്കുളപ്പിലെ നീലിയുടെ മകൻ്റെ മകൻ, അതേന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു, നിങ്ങൾക്ക് ഈ പന്തിയല്ല 3ാം പന്തി എന്ന് പറഞ്ഞു. 3ാം പന്തി അത് എഴുന്നേൽപ്പിച്ചു. അപ്പോൾ ഞാനങ്ങ് പോന്നു. അത് വല്ലാതെ ജീവിതത്തിൽ അത് വലിയ വേദന ഉണ്ടാക്കി. 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അതേപോലെ അനുഭവം ഉണ്ടായി. വഴി മാറണം എന്ന് പറഞ്ഞു. നടന്നു പോയപ്പോൾ ഞാൻ വഴി മാറിയില്ല. എന്താണെന്നറിയില്ല. നമ്മളെ അയത്തുള്ളൊരു വഴി അവർ മാറിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാനങ്ങനെ നടന്നുപോയി. അവരെ അച്ഛമ്മയോട് വന്ന് കംപ്ലയിൻറ്റ് ചെയ്തു. അച്ഛമ്മ ഒരു വടിവെട്ടി വയ്ക്കുകയൊക്കെ ചെയ്തു. കുളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ചോദിച്ചു. അപ്പോൾ ഈ എന്നെ അടിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ പുറത്ത് വന്ന് നോക്കി നിൽക്കുകയായിരുന്നു. പക്ഷേ അച്ഛമ്മ എന്നെ അടിച്ചില്ല, ഇപ്പോൾ പകരം ചുമരിലടിച്ചു അവരെ കേൾപ്പിക്കാൻ വേണ്ടി. അപ്പോൾ എന്നിട്ട് എന്നോട് പിന്നീട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അന്ന് ഇതുപോലെ ഈ പന്തിയിൽ നിന്ന് ഇറങ്ങി അതൊരു കാര്യസ്ഥനാണെന്ന് തോന്നുന്നു അവിടെ. എന്നിട്ട് അത് അന്ന് ഈ മുത്തശ്ശിയല്ലേ? അല്ല, അവർക്ക് തന്നെ പിന്നീട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നവരായി മാറിക്കഴിഞ്ഞപ്പോൾ അവരൊക്കെ അങ്ങേ അവിടുന്ന് ഇറക്കി വിട്ട ആൾ തന്നെ അങ്ങയുടെ അടുത്ത് സഹായ അപേക്ഷയെ വന്നില്ല. അദ്ദേഹത്തിന് ഞാനാണ് പിന്നെ പെൻഷൻ എഴുതി കൊടുത്ത് പെൻഷൻ വാങ്ങിക്കൊടുത്തത്. അത് കാലത്തിൻ്റെ ഒരു കണക്ക് പറച്ചിലായിരിക്കാം, താങ്കൾ അങ്ങനെ കരുതുന്നില്ലെങ്കിൽ പോലും. പക്ഷേ ഇത്തരത്തിൽ ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ ഈ മാല എറിഞ്ഞ് കൊടുക്കുന്നത് പോലെ ഈ ജാതി ചിന്ത മനസ്സിലാണ്. ഇപ്പോൾ ആ മനസ്സിലുള്ളത് കൊണ്ടാണ് ആ എറിഞ്ഞ് കിട്ടുന്ന പിന്നെ മാല സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ നിൽക്കുന്നത്. അതായത് പാവപ്പെട്ടവൻ്റെ വീട്ടിലും വലിയ ആൾക്കാർ വന്ന് പൂജ നടത്തിയാലേ ഇഷ്ടപ്പെടുള്ളൂ. അതെ, അങ്ങനെയുണ്ടല്ലോ. ഒരു പിന്നെ പൂജ അറിയുന്നവൻ വന്ന് പൂജിക്കട്ടെ എന്നുള്ള ചിന്തയിലേക്ക് നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ടോ?
അല്ല, കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ അബ്രാഹ്മണന്മാര് പൂജാരിമാരാക്കി ആക്കി. പക്ഷെ അത് എത്ര ആ ക്ഷേത്രങ്ങൾ? പൂജാരികൾ തന്നെ വന്ന് പൂജ നടത്തിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന എത്ര ആളുകളുണ്ട്? ശബരിമലയിലെ മറ്റും കാര്യത്തിലൊന്നും ഇതുവരെ കാര്യത്തിൽ തീരുമാനം ആയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. എന്തുകൊണ്ട് ഈ സർക്കാർ ബ്രാഹ്മണ ദേവസ്വം ബോർഡ് അടക്കം CPM-ന്റെ നിയന്ത്രണത്തിലല്ലേ? അതൊക്കെ ആ ഒരു ഇച്ഛാശക്തി കാണിക്കാത്ത എന്ത്? ഇച്ഛാശക്തിയുടെ പ്രശ്നമല്ല അത്. അതായത് വോട്ട് ബാങ്കിനെ ഏത് രീതിയിൽ സ്വാധീനിക്കും എന്നുള്ള സംശയങ്ങളല്ല. ഇന്നത്തെ കാലഘട്ടത്തിലെ സമൂഹത്തിൽ നമ്മളിപ്പോൾ മറ്റേ വിധി വന്നല്ലോ, സുപ്രീം കോടതി വിധി വന്നല്ലോ. ആ വിധി വന്നപ്പോൾ ഉണ്ടായ സംഭവവാസങ്ങൾ എന്തൊക്കെയാണ്? അതിൽ പാർട്ടി സ്വീകരിച്ച നിലപാടിൽ നിന്ന് പാർട്ടി പിന്നെ പിന്നോട്ട് പോയല്ലോ. പിന്നോട്ട് പോയില്ലെങ്കിലും എന്തായിരിക്കും സംഭവിക്കുക? അന്നേരം അത്രമാത്രം ഒരു ജാതി ചിന്ത സജീവമായി കഴിഞ്ഞു കേരളത്തിൽ. സജീവമായി പൂർണ്ണമായിട്ടായിട്ടില്ല. നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ ഇനിയും തിരുത്തേണ്ടതൊക്കെ പലതും തിരുത്തി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. പൂർണ്ണമായിട്ടും ഇത് ജാതി മത ചിന്തകൾക്ക് അടിമപ്പെട്ടു പോയി നമ്മുടെ സമൂഹം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ദേശീയ തലത്തിലുണ്ടാകുന്ന സംഭവവാസങ്ങൾ നമ്മളെയും സ്വാധീനിക്കുന്നുണ്ട്. ശ്രീനാരായണ ഗുരു പറഞ്ഞായിരുന്നു, ഈ ജാതി ചിന്ത എന്ന് പറഞ്ഞാൽ സോപ്പിന്റെ പത പോലെയാണ്. ഞാൻ എൻ്റെ ഓഫീസിൽ ശ്രീനാരായണ ഗുരു എഴുതി വെച്ച സൂക്തങ്ങളുണ്ട്. എനിക്ക് ജാതിയില്ല എന്ന് പറഞ്ഞ ഡിക്ലറേഷനുണ്ട്. അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, എന്നെ ഒരു ജാതിയിലും പെടുത്തേണ്ടതില്ല. അദ്ദേഹം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ പുള്ളി അത് ഡിക്ലറേഷൻ നടത്തി. എന്താ വെച്ചാൽ ഞാനിങ്ങനെ പറയുന്നുണ്ടെങ്കിലും എന്നെ ചില ജാതിയിൽ പെടുത്താൻ വേണ്ടി ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ജാതിയില്ല എന്ന് വീണ്ടും പറയേണ്ടി വന്നു പറഞ്ഞ ഡിക്ലറേഷൻ. അതിൻ്റെ പിന്നിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. അത് അദ്ദേഹത്തെ ആ ജാതി പെടുത്തരുതെന്ന് ആഗ്രഹിക്കുന്നവരും ആ ജാതിയിൽ മാത്രം നിന്നാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവരുടെയും ഒരു രാഷ്ട്രീയവും അതിൻ്റെ പിന്നിലുണ്ട്. ഇപ്പോൾ അങ്ങയുടെ ഈ രീതിയിൽ വിളക്ക് കൊണ്ട് തറയിൽ വെച്ച ആ അല്ലെ ശാന്തിക്കാരൻ പറഞ്ഞത് അദ്ദേഹത്തിന് കുടുംബത്തെ ഇത് വല്ലാതെ വേദനിപ്പിച്ചു. മിനിസ്റ്ററുടെ ഒപ്പം ഇരിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു. മിനിസ്റ്ററോടൊപ്പം ഒരു പടം എടുക്കണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ, ഇനി എടുക്കാൻ അങ്ങ് തയ്യാറല്ല. അങ്ങനെ ഒരു മനുഷ്യനിൽ മനംമാറ്റം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത ആ മനുഷ്യന് വന്നു കഴിഞ്ഞാൽ അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റി ആക്ട് എടുത്ത് ജയിലിൽ കൊണ്ടിടുന്നതിനേക്കാൾ നല്ലത് അദ്ദേഹത്തിന് ഈ ചിന്ത വന്നതാണ്. അങ്ങനെ ചിന്ത വരണം. ആ ചിന്തയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതിപ്പം പക്ഷേ ഈ ഒരു വിവാദത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം പറയുന്നത് രക്ഷപ്പെടാനാവില്ല. അത് മനസ്സിൽ തട്ടിയിട്ടാണ് അങ്ങനെ പറയുന്നല്ലേ ആയിരിക്കാം. അല്ലാതെ എന്നെ പിന്നെ സൂചിപ്പിച്ചുകൊണ്ട് ആൾക്ക് അദ്ദേഹത്തിന് ഒന്നും നേടാനില്ല. അല്ല, പക്ഷേ ചെയ്ത തെറ്റിൻ്റെ ഒരു ബോധ്യത്തെക്കാൾ അദ്ദേഹം ഇപ്പോൾ ഇനി നാളെ ജോലി പോകുമെന്നുള്ളൊരു പേടിയിൽ നിന്നും വേണമെങ്കിൽ പറയാമല്ലോ. അതൊന്നുമല്ല, അതങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയൊന്നും ആരെയും എന്തായാലും ഇക്കാര്യത്തിൽ ഒരു കടുത്ത നടപടിക്ക് താങ്കൾ തയ്യാറല്ല. കടുത്ത നടപടി നിലവിലുള്ള നിയമപ്രകാരമുള്ള നടപടി അത് ആൾ ക്ഷമ പറഞ്ഞല്ലോ. ഇത് ഒരു ക്ഷമ പറയുന്നതിന് തുല്യമല്ലേ? നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ ദളിതുകൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റി ആക്ട് ഉണ്ടല്ലോ. ആ ആക്ട് മാത്രം കൊണ്ടല്ലല്ലോ അവർ അവിടെ അത് കൈകാര്യം ചെയ്യും. അവിടെ ഉണ്ട് നിയമം, അവിടെ ഉണ്ട്. നിയമത്തിൻ്റെ അപ്പുറത്ത് ഇത്തരം കാര്യങ്ങളിൽ സമൂഹത്തിൻ്റെ ആകെ മനസാക്ഷി ഉയരുകയാണ് വേണ്ടത്. ഒരു സെക്ടറിയൻ കാഴ്ചപ്പാട് നമ്മൾ എല്ലാവരും മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ ഓരോ വിഭാഗവും സെക്ടേറിയനായിട്ട് മാറും. അങ്ങനെ സെക്ടേറിയനായി കഴിഞ്ഞാൽ നമ്മൾ ഒരു കാസ്റ്റ് രഹിത അല്ലെങ്കിൽ ജാതിരഹിതമായ സമൂഹം സൃഷ്ടിക്കാൻ പറ്റും. സ്വപ്നമല്ല. മനുഷ്യൻ മാറും. അങ്ങനെയാണെങ്കിൽ താങ്കളുടെ അടുത്ത് ക്ഷമ ചോദിക്കാനോ അല്ലെങ്കിൽ താങ്കളോടൊപ്പം ചിത്രം എടുക്കാനോ ക്ഷമയും ചോദിക്കേണ്ട, ചിത്രം എടുക്കും വേണ്ട. അതല്ല ഞാൻ പറഞ്ഞത്. ആ ഒരു മാനസികാവസ്ഥയിലേക്ക് അദ്ദേഹം മാനസികാവസ്ഥ മാറിയിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കുന്നതിൽ എതിർപ്പില്ല. എന്താ കുഴപ്പമില്ല. നമുക്ക് ഈ വിഷയത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ ഫോട്ടോ എടുക്കാനോ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇരിക്കാനോ വേണ്ടിയല്ല അദ്ദേഹത്തിന്റെ ആഗ്രഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആഗ്രഹം ഫോട്ടോ എടുക്കണം, അത് പോസിറ്റീവായിട്ടുള്ള ചിന്തയെന്നാണ് അങ്ങനെ ആവണം. ആ ചിന്ത ഓരോ മനസ്സിലേക്ക് എത്താൻ കഴിഞ്ഞാലോ നമ്മുടെ കേരളത്തിൽ എല്ലാ മനുഷ്യൻ്റെയും മനസ്സിലേക്ക് ഇതേ ഒരു ചിന്ത എത്തുക. ഓരോ മനുഷ്യൻ്റെ ചിന്ത. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ജാതി പറയണ ജാതി അവർ പിന്നെ നമ്മളെ ദ്രോഹിക്കുക. അപ്പോൾ അവരെന്ത് ചെയ്യും? ഡിസ്ക്രിമിനേഷൻ വർദ്ധിക്കുകയുള്ളൂ. ഇപ്പോൾ തമിഴ്നാട് എടുക്കുക. പക്ഷേ കേരളത്തിൻ്റെ വടക്കോട്ട് നോക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പല അനുഭവങ്ങളും പല ആൾക്കാരും നേരിടുന്നുണ്ട്. അവരൊക്കെ സ്വാധീനമുള്ള ആൾക്കാരല്ലാത്തതുകൊണ്ട് ഇതൊന്നും വെളി വരുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ താങ്കൾ ഇപ്പോൾ ഈ പദവിയിൽ ഇരിക്കുന്നതുകൊണ്ട് ഇത് വെളിയിൽ വന്നു അല്ലേ? അല്ല, അതുകൊണ്ട് തന്നെയാണ് ഇത് പറയാൻ എന്നെ പ്രേരിപ്പിച്ചത്. അല്ലാതെ വേറെ പറഞ്ഞത് വളരെ നന്നായി. രാഷ്ട്രീയ മുതലെടുപ്പിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അത് താങ്കളെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം.
അപ്പം നമ്മളത് പിന്നെ സത്യസന്ധമായിട്ടാണ് അത് പറഞ്ഞത്. നമുക്ക് ഈ വിഷയത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സംസ്ഥാന വിജിലൻസ് ഈ പല പട്ടികജാതി ക്ഷേമ പ്രവർത്തനം നടത്തുന്ന പല ഓഫീസുകളിലും നടത്തിയ റെയ്ഡിൽ വലിയ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ലാപ്ടോപ്പ്, കിടക്ക, ഇതിൻ്റെയൊക്കെ അടുത്ത് അല്ലെങ്കിൽ ഇവർക്ക് കിട്ടേണ്ട ഫണ്ട് വെട്ടിക്കുന്ന ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഈ ഒരു അവസ്ഥ എന്താണ്, എന്ത് പറയുന്നത്? അത് ഈ വകുപ്പിൽ മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിൽ നമ്മൾ നല്ല പോലെ പിന്നെ കറപ്ഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ ഇപ്പോൾ വിവിധ തലങ്ങളിലുള്ള റിവ്യൂ മീറ്റിങ്ങുകൾ നടത്തും. ഓരോ സ്ഥലത്തും ഉണ്ടാകുന്ന വീക്ക്നെസ് എന്താണെന്ന് കണ്ടെത്തി നടപടി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ അവർക്ക് തന്നെ കൃത്യമായിട്ട് ലഭിക്കാനും ആ ആനുകൂല്യം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് വളർന്നു വരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ 10-78 വർഷം പിന്നിടുകയാണല്ലോ. അപ്പോൾ കൊടുത്ത ആനുകൂല്യം ഉപയോഗിച്ച് അവർക്ക് പിന്നെ സെൽഫ് സഫിഷ്യൻ്റ് ആവാൻ കഴിഞ്ഞിട്ടുണ്ടോ, സ്വയം പര്യാപ്ത കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ഒരു റെയ്ഡിൻ്റെ പേര് തന്നെ പ്രൊട്ടക്ടർ എന്നായിരുന്നു. അതിൻ്റെ റിപ്പോർട്ട് മിനിസ്റ്ററുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ അത് എന്ത് നടപടിയായിരിക്കും? അത് ഓരോന്നിൻ്റെയും പ്രത്യേകം വിജിലൻസ് അന്വേഷണമാണ്. മുഖ്യമന്ത്രി അടക്കം അറിയണം. അറിഞ്ഞതിന് ശേഷം ഓരോന്നിൻ്റെയും മെറിറ്റും ഡിമെറിറ്റും അനുസരിച്ച് നടപടി എടുത്ത് പോകാനേ പറ്റുള്ളൂ. ഇപ്പോഴും പാവപ്പെട്ട ആൾക്കാരുടെ ഈ കഞ്ഞിയിൽ കൈ ഇടാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ടിൽ വെട്ടിക്കാനുള്ള ആൾക്കാരുടെ ഒരു പ്രവണത, അതിന് മാറ്റമൊന്നും വരുന്നില്ലല്ലോ. മറ്റൊടത്തും കൈയിടുന്നുണ്ട്, നമ്മളത് കാണാത്തതുകൊണ്ടാണ്. വലിയ ഇതിൽ കൈയിട്ട കഴിഞ്ഞാൽ കൈയിടുന്ന ആളുകൾക്കെല്ലാം കൃത്യമായിട്ട് അവരെ കയ്യിൽ പിടിവീഴുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അട്ടപ്പാടി മധുവിൻ്റെ കേസിൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചതിനെതിരായിട്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചതിനെതിരെ മധുവിൻ്റെ കുടുംബം സങ്കട ഹർജിയുമായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുക. ഇതിന് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതൊക്കെ സർക്കാരില്ലേ? അല്ല, മധുവിൻ്റെ അമ്മയുടെയും കുടുംബാംഗങ്ങളുടെയും സമ്മതത്തോടു കൂടിയുള്ള പ്രോസിക്യൂട്ടർമാരെ നിയമിച്ചു കൊടുത്തത് മുഖ്യമന്ത്രി. ഇപ്പോൾ വച്ചിരിക്കുന്ന പ്രോസിക്യൂട്ടർക്കെതിരെയാണ് പുതിയ പരാതിയായിട്ട് അവർ വന്നത്. പരാതി ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് കീനായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. ഏത് പ്രോസിക്യൂട്ടറെ വേണമെന്ന് അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ അവർക്ക് അതിന് വേണ്ട സഹായം ചെയ്തു കൊടുക്കാം. താങ്കൾ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു പാർട്ടിയുടെ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ്, സഹകരണ തട്ടിപ്പ് താങ്കൾക്ക് അറിവുള്ളതായിരുന്നു താങ്കൾ സെക്രട്ടറി ആയിരുന്ന വേളയിൽ? 2016 മാർച്ച് മാസത്തിലാണ് ഞാൻ സെക്രട്ടറി ആവുന്നത്. 2.5 വർഷത്തോളാണ് സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ചത്. ഞാൻ പാർട്ടി CC മെമ്പറായപ്പോൾ സെക്രട്ടറി സ്ഥാനത്ത് ഒഴിവാകേണ്ടി വന്നു. അപ്പോൾ ഈ സന്ദർഭത്തിൽ പിന്നെ സെക്രട്ടറി എന്ന നിലയിലോ അല്ലെങ്കിൽ പാർട്ടി ജില്ലാ കമ്മിറ്റി എന്ന നിലയിലോ പല പരാതികളും വരും. ഇത്തരം ബാങ്കിൽ തട്ടിപ്പിൻ്റെ പരാതിയും വന്നിട്ടുണ്ടോ? ഈ പരാതിയൊന്നും ആ സമയത്ത് വന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിലില്ല. വേറെ ചില സഹകരണ ബാങ്കുകളിൽ തട്ടിപ്പ് വന്നിട്ടുണ്ട്. അത് വന്നപ്പോൾ കൃത്യമായിട്ട് ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. നടപടി അത് ഓരോ പാർട്ടി കമ്മിറ്റി അങ്ങനെ തന്നെയാണ്. പാർട്ടി കമ്മിറ്റി നേരിട്ട് അഴിമതി നടത്താൻ വേണ്ടി കൂട്ടുന്നില്ല. പാർട്ടി ഏൽപ്പിച്ച ചില സംഘങ്ങളാണല്ലോ, പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ആളുകളൊക്കെ പ്രവർത്തിക്കുന്ന ആ സംഘങ്ങൾ. ആ സംഘങ്ങളിൽ വരുന്ന അഴിമതിയോ ക്രമക്കേടോ ഉണ്ടെങ്കിൽ അതന്വേഷിച്ച് കണ്ടെത്തേണ്ടത് സഹകരണ ഡിപ്പാർട്ട്മെൻറ്റാണ്. ആ സഹകരണ ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടെത്തുന്ന പിന്നെ പെശകുകൾ അത് കൃത്യമായിട്ട് തെറ്റ് ചെയ്തിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ആ തെറ്റായ നടപടിക്കെതിരെ നടപടി സ്വീകരിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് പോകണം എന്നുള്ള അഭിപ്രായമാണ്. പക്ഷേ കരുവന്നൂർ തട്ടിപ്പിൻ്റെ വിവരം ആ ബാങ്കിലെ തന്നെ പാർട്ടി അനുഭാവികളും അംഗങ്ങളുമായിട്ടുള്ള ആൾക്കാർ തൃശ്ശൂർ ജില്ലാ നേതൃത്വത്തെ പലവട്ടം അറിയിച്ചെങ്കിലും അത്തരം അതിനെ നിരുത്സാഹപ്പെടുത്തുകയും ഇത് തുടരാൻ അനുവദിക്കുകയും ചെയ്ത ജില്ലാ നേതൃത്വം ഉണ്ടെന്നുള്ള വാർത്തകൾ പത്രത്തിൽ വാർത്തകൾക്ക് പലതുമാണ്. പക്ഷേ ഒരു ജില്ലാ നേതൃത്വം, അവിടുത്തെ ഒരു മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന, മുൻ മന്ത്രിയായിട്ടിരുന്ന ആൾ ഇപ്പോഴത്തെ MLA ശ്രീ മൊയ്തീനെ ചോദ്യം ചെയ്യുന്നു. ED ചോദ്യം ചെയ്യുന്നത് കൊണ്ട് മാത്രം ഒരാൾ കുറ്റവാളിയാവില്ലല്ലോ. ED ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? എല്ലാ ആളുകളെയും പ്രതികളാക്കാൻ പറ്റുമോ എന്നുള്ള അന്വേഷണമാണ് നടത്തുന്നത്. തൃശ്ശൂരിലെ ചില മുൻ പാർട്ടി നേതൃത്വത്തിലുണ്ടായിരുന്ന ചില ആൾക്കാർക്കൊക്കെ ബിനാമി സ്വത്തുകളുണ്ടെന്ന് ഉള്ള ആരോപണം വരുന്നുണ്ട്. ആരോപണമാണ്. ആരെക്കുറിച്ച് എന്ത് ആരോപണങ്ങളും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കരുവന്നൂരിൻ്റെ കാര്യത്തിൽ കരുവന്നൂരിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് ആ കാര്യത്തിൽ കൃത്യമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അതൊക്കെ CPM ഒരു ജാഗ്രത കുറവുണ്ടായില്ലേ, പ്രത്യേകിച്ച് തൃശ്ശൂരിലെ പാർട്ടി? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ അകത്ത് നടക്കുന്ന മുഴുവൻ നമ്മൾ പരിശോധിക്കുന്നില്ലല്ലോ. പാർട്ടിക്ക് സംഘടനാ മേഖലയിലും എല്ലാം സർവീസ് മേഖലയിലും എല്ലാം പാർട്ടിക്ക് അതിൻ്റെതായ ഘടകങ്ങളുള്ളതല്ലേ. അതിൽ ലാപ്സ് ഉണ്ടായ ആളുകളുടെ പേരിലൊക്കെ നടപടി എടുത്തിട്ടുണ്ടല്ലോ. ഉണ്ടല്ലോ, ലാപ്സ് ഉണ്ടായ ആളുകൾ, ലാപ്സ് വരുത്തിയ ആളുകളുടെ പേരിലൊക്കെ നടപടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇനി ആ സംഘത്തെ സംരക്ഷിക്കാൻ എന്ത് ചെയ്യാൻ കഴിയുന്നതാണ്. ആ സംഘത്തിൽ ഡെപ്പോസിറ്റ് ചെയ്ത ആളുകളെ എങ്ങനെ സംരക്ഷിക്കാൻ കഴിയും. അതിപ്പോൾ നല്ല പോലെ സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്ത് അവരുടെ പിന്നെ തിരിച്ചു കിട്ടേണ്ട സംഖ്യകളെല്ലാം
കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടുള്ളൊരു സംവിധാനത്തേക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾ സതുദ്ദേശത്തോടെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും കേരളത്തിലെ ജനങ്ങൾക്ക് ഗ്രഹിക്കുന്നില്ല. അവർക്ക് ഉൾക്കൊള്ളാൻ പാടുണ്ട്. കാരണം ഓരോ ദിവസവും വരുന്ന തട്ടിപ്പിൻ്റെ വാർത്തകൾ കേരളത്തെ ഞെട്ടിക്കുകയല്ലേ. അത് വാർത്തകളാണെന്നും അത് കേന്ദ്രത്തിൻ്റെ ലക്ഷ്യ ED താല്പര്യം എന്നൊക്കെ പറഞ്ഞ് ഒഴിയാമെങ്കിലും അത് ദഹിക്കാൻ എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, അതിപ്പോൾ ഏത് സ്ഥാപനങ്ങളിലൊക്കെ ചില കുഴപ്പങ്ങളുണ്ടാകുന്നുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ അല്ലല്ല കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കിയ പിന്നെ മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട്. എത്ര രൂപയാണ് അവിടേക്ക് വന്നിരിക്കുന്നത്? ആ വന്നതും പോയതും ആരും അറിഞ്ഞിട്ടില്ല. ഇപ്പം മിക്കവാറും എല്ലാവരും കടബാധ്യത ആരെങ്കിലും അത് റൈസ് ചെയ്യുന്നുണ്ടോ? അല്ല, ആ ഒരു വെട്ടിപ്പ് വെച്ച് ഈ വെട്ടിപ്പിനെ ന്യായീകരിക്കാൻ ഒരു വെട്ടിപ്പിനെ ഞാൻ ന്യായീകരിക്കില്ല. ഒരു നയാ പൈസ പോലും പബ്ലിക് മണി മോഷ്ടിക്കപ്പെടാൻ പാടില്ല. അപ്പോൾ വർഷങ്ങൾ കടന്നു പോവുകയാണ്, പ്രായം കൂടുന്നു, വിവാഹം വേണ്ടേ? അതൊക്കെ പൂർണ്ണമായിട്ടും വേണ്ടെന്ന് വെച്ചോ? തീരുമാനം എടുക്കാനുണ്ടോ അതോ? തീരുമാനം എടുക്കാനൊന്നുമില്ല. ഈ ജന്മം ഇങ്ങനെ പോട്ടെ എന്നാണ്. അതെ, അതായിരിക്കും നല്ലത്. അല്ല, വെറുതെ പോവല്ല. അല്ല, എന്നെക്കൊണ്ട് വിവാഹം വേണ്ടെന്നുള്ള രീതി എന്നെക്കൊണ്ട് നമ്മുടെ സമൂഹത്തിന് ഈ പിന്നെ 1ാം ക്ലാസ് പഠിക്കുന്ന തൊട്ട് ഇന്ന് വരെ എന്നെക്കൊണ്ട് കഴിയുന്ന ചെറിയ കാര്യങ്ങളല്ല. ഈ ജന്മം ഇങ്ങനെ പോട്ടെ എന്ന് ഞാൻ ചോദിച്ചത് വിവാഹം ഇല്ലാത്തൊരു ജന്മമായി പോട്ടെ എന്നുള്ള അർത്ഥത്തിലാണ്. താങ്കൾ ചെയ്ത സംഭാവനകളെ കുറിച്ച് ജനങ്ങളെ അടുത്ത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കേരളത്തിലെ ആവശ്യം എന്ന് പറയാൻ സംശുദ്ധമായ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവരാണ്. അതിലേറ്റവും മുന്നിൽ നിൽക്കുന്ന ആൾ തന്നെയാണ് താങ്കൾ. അതങ്ങനെ തന്നെ തുടരട്ടെ. എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ സമൂഹത്തിന് എന്തെങ്കിലും നന്മ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ആഗ്രഹം. ഒരു മനുഷ്യനെയും ദ്രോഹിക്കണമെന്നോ എന്തെങ്കിലും പിടിച്ചു പറിക്കണമെന്നോ ഇതുവരെ തോന്നിയിട്ടില്ല, തോന്നുമില്ല. ഒരാളെ ദ്രോഹിക്കണമെന്ന് തോന്നിയിട്ടില്ല. ഞാൻ പണ്ട് പറഞ്ഞ എനിക്കൊരു പിന്നെ ഒരാൾ ഒരു 15,000 രൂപയുടെ പേന കൊണ്ടുവന്ന്, അത് പേന കൊണ്ടുവന്നപ്പോൾ ഞാൻ ആദ്യം പേന എന്ന് പറഞ്ഞപ്പോൾ എടുത്ത് പോക്കറ്റിൽ വെച്ചു. പോക്കറ്റിൽ വെച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇത് 15,000 രൂപയാണ് വില. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ 15,000 രൂപയുടെ വില. അപ്പോൾ എന്നോടൊരാൾ പറഞ്ഞത് ഇത് മറ്റേ സാധനം ഉണ്ടെന്ന് പറഞ്ഞു. ഏത് ഇതില്ലേ നമ്മുടെ ഒളിക്യാമറ പേനട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ വേഗം എടുത്ത് കൊടുത്തു, എനിക്ക് വേണ്ട. കാരണം എന്നെ ദ്രോഹിക്കുന്ന ആളുകളെ പോലും ഒളിക്യാമറ വെച്ച് അവരെ കെണിയിൽപ്പെടുത്തണം എന്നുള്ള ആഗ്രഹമില്ല. അപ്പോൾ നന്ദി, നമസ്കാരം. നമസ്കാരം.